ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 59 വാക്യം 1. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടുമില്ല. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 1 വാക്യത്തിൽ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ചെവിയെക്കുറിച്ചും എഴുതിയിരിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചും ചെവിയെക്കുറിച്ചും ഇവിടെ എഴുതിയിരിക്കുന്നത്? നമ്മെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ ദൈവത്തിൻ്റെ കരത്തിന് യാതൊരു മാറ്റവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യരായ നമുക്ക് പല മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ മനസ്സിടറും, നമ്മുടെ ഹൃദയം ക്ഷീണിക്കും, നമ്മുടെ ശരീരം ബലഹീനമാകും. നമുക്ക് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ചില വർഷങ്ങൾ കഴിയുമ്പോൾ ചെയ്യാൻ കഴിയാതെ വരും. ഇങ്ങനെ മനുഷ്യരായ നമുക്ക് കലാകാലങ്ങളിൽ പല മാറ്റങ്ങൾ സംഭവിക്കും. എന്നാൽ മാറ്റമില്ലാത്ത, അതെ, ഇളക്കം തട്ടാത്ത, ഒരിക്കലും സ്ഥാന ചലനം സംഭവിക്കാത്ത ഒന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കരം. ആ ദൈവകരം നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തിയുള്ളതാണ്. ആ കരത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത്. പത്രോസ് അപ്പോസ്തലൻ ഇതാണ് തൻ്റെ ലേഖനത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ നിങ്ങൾ ആ ദൈവകരങ്ങളിൽ താണിരിപ്പാനാണ് പത്രോസ് ഉപദേശിക്കുന്നത്. ദൈവം രക്ഷിക്കുന്നവനാണ്. ആ രക്ഷയ്ക്ക് ദൈവകരം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഒരിക്കലും ആ ദൈവകരത്തിൻ്റെ പ്രവർത്തനത്തിന് മാറ്റം വരികയില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, അഥവാ മാറ്റമില്ലാത്തവനെന്നാണ് വചനം പറയുന്നത്. യഹോവയായ ഞാൻ മാറ്റമില്ലാത്തവൻ, അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നുവെന്ന് പഴയ നിയമത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ കരം പ്രാപ്തിയുള്ളതാണ്. ആ ദൈവകരങ്ങൾ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. രണ്ടാമതായി ഈ വചനത്തിൽ പറയുന്നത് നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ യാചനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ഇത് കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ചെവിക്ക്, അവിടുത്തെ കാതുകൾക്ക് ഒരു മാന്യവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ നമ്മുടെ കൈയെക്കുറിച്ച്, അഥവാ നമ്മുടെ കരത്തെക്കുറിച്ച്, അത് ബലഹീനമാകും. നമ്മുടെ ശരീരാവയവങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ഇതിനൊക്കെ മാറ്റം വരുമെന്നും ബലഹീനത ഉണ്ടാവുമെന്നും പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ഇവിടെ നാം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ ചെവിക്ക് നമുക്ക് വരുന്നത് പോലെയുള്ള ക്ഷതങ്ങൾ, മാറ്റങ്ങൾ, ബലഹീനതകൾ ഒരിക്കലും വരികയില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ചെവിക്ക് യാതൊരു മാന്യം സംഭവിച്ചിട്ടില്ല. ആ സർവശക്തനായ ദൈവം കേൾക്കാൻ എല്ലായ്പ്പോഴും ചെവി നമ്മുടെ നേരെ തിരിച്ചിരിക്കുകയാണ്. യഹോവ ഭക്തർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ചു കേട്ടു എന്ന് മറ്റൊരു തിരുവചനം പറയുന്നു. അതെ, ദൈവത്തിൻ്റെ
കരത്തിന് പ്രാപ്തി കുറഞ്ഞു പോയിട്ടില്ല. ദൈവത്തിൻ്റെ ചെവിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. ആ ദൈവകരം പ്രവർത്തിക്കുവാൻ, നമ്മുടെ യാചനകൾ കേട്ട് ഉത്തരം നൽകുവാൻ ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നു, കാണുന്നു, അറിയുന്നു, കേൾക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ, ആമേൻ.